സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുകയാണ്. 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 9 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും എന്നാണ് മുന്നറിയിപ്പിലുള്ളത്. രാഹുൽ ജോർജ് കോശി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. രാഹുൽ, ചുട്ടുപൊള്ളുകയാണ് കേരളം. എന്തൊക്കെയാണ് മുന്നറിയിപ്പിൽ? ഏതൊക്കെ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്? അതെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം വെന്തൊരുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ ഇപ്പോൾ കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 ജില്ലകൾ ഒഴിച്ച് ബാക്കി 9 ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉയർന്ന താപനിലയുടെ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകൾ ഒഴിച്ച് ബാക്കി 9 ജില്ലകളിലും കനത്ത താപനില ഉയരും എന്നുള്ളൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും നാളെയുമാണ് 36 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. സാധാരണത്തേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കാലാവസ്ഥ ഉയരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 9 ജില്ലകളിലെ മലയോര പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കുന്ന് അങ്ങനെയുള്ള പ്രദേശങ്ങൾ, അവിടെ മാത്രം ഉയരമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇച്ചിരി ചൂടിന് അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന് പറയുന്നുള്ളൂ. ബാക്കി പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത ചൂടാണ് അനുഭവപ്പെടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില മുന്നറിയിപ്പുകളും ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയിട്ടുണ്ട്. ദിവസങ്ങളായി തന്നെ പറഞ്ഞു വരുന്നത് പോലെ തന്നെ 11 മണി മുതൽ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളിൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾ, നേരിട്ട് വെയിലേൽക്കുന്നവർ, അവർ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ജോലിക്കിടയിൽ ഇടവേളകൾ എടുക്കണമെന്നും അതുപോലെ തന്നെ ദാഹമില്ലെങ്കിലും വെള്ളം കൂടുതലായി കുടിക്കണമെന്നും. കാരണം നിർജ്ജലീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ സൂര്യാഘാതവും അതുപോലെ സൂര്യാതാപവും ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദാഹമില്ലെങ്കിലും വെള്ളം കുടിച്ച് ശരീരത്തിലെ ആ ഒരു ജലത്തിൻ്റെ ആ ഒരു അളവ് ഒരുപോലെ തന്നെ നിർത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൊച്ചുകുട്ടികൾ, അതുപോലെ തന്നെ വയോധികർ, അതുപോലെ വിട്ടുമാറാത്ത രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള ജീവനക്കാർ, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജീവനക്കാർ, ഇവർക്കൊക്കെ പ്രത്യേക ഒരു കരുതലും സുരക്ഷയും മുന്നറിയിപ്പുകളും നൽകണമെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ചൂട് കൂടാനായിട്ട് തന്നെയാണ് ഒരു സാഹചര്യം ഉള്ളത്. അതുപോലെ തന്നെ മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ചൂടിലേക്ക് കേരളം കൂടുതൽ ചൂടിലേക്ക് പോകുമെന്നും കാലാവസ്ഥ നിരീക്ഷണം അറിയിക്കുന്നു. രജനി. രാഹുൽ ജോർജ് കോശിയാണ് വിവരങ്ങൾ നൽകിയത്.